നമസ്കാരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ആത്മാഭിമാനമുള്ള വ്യക്തിയാണ്. ഒന്ന് ആലോചിച്ച്, ഒരു ഭരണഘടനാ പദവിയിലിരുന്ന് നിരന്തരം താൻ എടുക്കുന്ന തീരുമാനങ്ങൾ അത് അടപടലം തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് കോടതി നിരന്തരം വിമർശിക്കുകയും അദ്ദേഹം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെ എടുത്ത് ചവറ്റുകുട്ടയിൽ എറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്വയം ഒരു വ്യക്തിക്ക് എന്ത് തോന്നണം? ഞാൻ ഈ സീറ്റിൽ ഇരിക്കാൻ പ്രാപ്തനാണോ അനുയോജ്യനാണോ എന്നുള്ള കാര്യം. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തി ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയാണ്. ആ വ്യക്തിക്ക് ഇതൊന്നും ഒരു അഭിമാനക്ഷതമായി തോന്നുന്നില്ല. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട 10ഓളം സംഭവവികാസങ്ങളിലാണ് ഇദ്ദേഹത്തിന് തിരിച്ചടി നേരിട്ടത്. അതിൽ സർവകലാശാല വി സിമാരെ ഒറ്റ ദിവസം കൊണ്ട് 9 പേരെ പുറത്താക്കിയ സംഭവമുണ്ട്. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട സെനറ്റ് നിയമനമുണ്ട്. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട മറ്റു പല കാര്യങ്ങളിലും കയറി ഇദ്ദേഹം അങ്ങ് ഇടപെടുകയാണ്. അതിൽ ഇദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള അധികാരമില്ലെന്നിരിക്കെ സ്വയം ഈ സംഖ്യകൾ പറഞ്ഞു കൊടുക്കുന്ന പഴയ രാജഭരണ കാലഘട്ടത്തിലെ ചില തോന്നലുകൾ വെച്ചിട്ട് ഇല്ലാത്ത അധികാര പ്രയോഗം നടത്തിക്കൊണ്ട് പല കാര്യങ്ങളിലും അദ്ദേഹം അനാവശ്യമായ ഇടപെടൽ നടത്തി. ഏറ്റവും ഒടുവിൽ അദ്ദേഹം നടത്തിയ ഇടപെടലാണ് സർവകലാശാലയിലെ സെനറ്റിലേക്ക് സംഘപരിവാർ നോമിനികളെ അദ്ദേഹത്തിന് നിയമിക്കാമെന്നുള്ള യാതൊരു അധികാരവുമില്ലാത്ത ഒരു ഇടപെടൽ. അതായത് സെനറ്റിലേക്ക് ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാം. ആരെ നോമിനേറ്റ് ചെയ്യാം? സർക്കാർ കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് നോമിനേറ്റ് ചെയ്യാം. എന്നാൽ അങ്ങനെയല്ല. ആ നോമിനേഷൻ എന്റെ അധികാരമാണ്, എന്റെ അവകാശമാണെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം സർക്കാർ കൊടുത്ത ഏറ്റവും എക്സ്പേർട്ടുകളായിട്ടുള്ള, അതായത് പല മേഖലകളിൽ വൈദഗ്ധ്യം തെളിയിച്ച വിദ്യാർത്ഥികളെ നോമിനേറ്റ് ചെയ്യാനായിട്ട് ഒരു ലിസ്റ്റ് കൊടുക്കും. അതായത് നമ്മുടെ പ്രസിഡന്റിന് നേരെ രാജ്യസഭയിലേക്ക് നിയമിക്കാനുള്ള അധികാരം. എങ്ങനെയാണ് അധികാരം? അത് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് അദ്ദേഹം അത് നോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട്, അതായത് സ്പോർട്സ്, ആർട്സ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നും അവരുടെ പ്രൊഫഷൻ വെച്ചിട്ട് ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡ് ഉള്ളവരെയാണ് ഇതിലൊക്കെ നിയമിക്കേണ്ടത്. അത്തരം നിയമനങ്ങൾ സംഘപരിവാറിലെ ചില ആളുകൾക്ക്, അതായത് യാതൊരു തരത്തിലും ഒരു കരിയർ റെക്കോർഡും ഇല്ലാത്ത അത്തരം വ്യക്തികളെ, അതായത് പന്തള NSS കോളേജിലേക്ക് വ്യക്തിയെ കുറിച്ച് എങ്ങനെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അറിയുന്നത്? സംഘപരിവാറുകാർ കൊടുക്കുന്ന ലിസ്റ്റ് വെച്ചുകൊണ്ട് അതിൽ നിന്ന് യാതൊരു നിയമപരമായിട്ടുള്ള പിന്തുണയും ഇല്ലാതെ, അല്ലെങ്കിൽ നിയമിക്കാനുള്ള അധികാരമില്ലാതെ ഇദ്ദേഹം ചെയ്ത പ്രവർത്തനമാണ്. അത് തെറ്റാണ്. അതിനെതിരെ ഒരു വിദ്യാർത്ഥി സംഘടന പ്രതിഷേധിച്ചപ്പോൾ പ്രോട്ടോകോളിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആ സമരത്തെ കുറെ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അവഹേളിക്കാൻ ശ്രമിച്ചു. ആ ചെയ്യുന്നത് തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. എന്തിനാണ് ആ വിദ്യാർത്ഥികൾ സമരം ചെയ്തതെന്ന് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ്. ആ രീതിയിൽ അദ്ദേഹത്തെ വിദ്യാർത്ഥികൾ അന്ന് ഉപയോഗിച്ച വാക്കുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കിക്കാണുന്നവരെല്ലാം ഇദ്ദേഹത്തെ പല തരത്തിലുള്ള വാക്കുകളാൽ അധിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒരു ഗവർണർ പദവിയിലിരുന്ന് കേരളത്തിൽ ഇത്രമാത്രം അധിക്ഷേപം കേൾക്കുകയും ഇത്രമാത്രം വിലയില്ലാതെ ആ പോസ്റ്റിനെ ആക്കി മാറ്റിയ മറ്റൊരു വ്യക്തിയില്ല. അങ്ങനെ ഒരു ആത്മാഭിമാനമുള്ള വ്യക്തിക്ക് ഇരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആ പദവി മാറിക്കഴിഞ്ഞു. ആ പദവിയിലാണ് ഇപ്പോഴും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന രാഷ്ട്രീയ ഭിക്ഷാന്തേകി കടിച്ചു തൂങ്ങിക്കിടക്കുകയാണ്. അതായത് അധികാരത്തിന്റെ എല്ലിൻ കഷ്ണത്തിന് വേണ്ടി എത്ര അപമാനിതനായാലും അതൊന്നും തന്റെ പ്രശ്നമല്ല, അതൊന്നും തനിക്ക് ബാധകമേ അല്ല. ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ആ പദവിയെ തന്റെ പ്രവൃത്തി കൊണ്ട് അതിന്റെ മൂല്യം നഷ്ടപ്പെടുത്തിയിട്ട് അതിൽ കടിച്ചു തൂങ്ങിയിരിക്കുന്ന ആ തൊലിക്കട്ടി ഉണ്ടല്ലോ, അതാണ് ചില രാഷ്ട്രീയ അധികാരമോഹികളുടെ തൊലിക്കട്ടി എന്ന് പറയുന്നത്. അതായത് ചാകുന്നത് വരെ ഏതെങ്കിലും ഒരു കസേര വേണം. അതിന് ഏത് രാഷ്ട്രീയ തിണ്ണയും നിരങ്ങും. അങ്ങനെ രാഷ്ട്രീയ തിണ്ണകൾ നിരങ്ങി 10ഓളം പാർട്ടികളിൽ തിണ്ണ നിരങ്ങി ഏറ്റവും ഒടുവിൽ BJPക്കകത്ത് വന്ന് കേരളത്തിൽ ഒരു ഗവർണർ പദവിയെങ്കിലും കാല് പിടിച്ചും സംഘപരിവാറിന് വേണ്ടി പാദസേവ ചെയ്ത് നേടിയെടുത്തതിന് ശേഷം ആ പദവിയിൽ ഇരുന്നുകൊണ്ട് സംഘപരിവാറുകാരെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി എടുത്ത തീരുമാനങ്ങൾ, കോടതി ഇടപെട്ട് ഇദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പലതും നിയമവിരുദ്ധമാണെന്നും അദ്ദേഹം എടുത്ത തീരുമാനങ്ങളെ എല്ലാം ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുമ്പോൾ ഒരു അഭിമാനമുള്ള വ്യക്തിയാണെങ്കിൽ ആ പദവി വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോകും. കാര്യം താൻ കാണിച്ച പ്രവർത്തികളിൽ ഒന്നും ഷോ ഓഫിനപ്പുറം നിയമപരമായി യാതൊരു പിന്തുണയുമില്ല. കുറച്ച് മാധ്യമങ്ങൾ ഇത് ആഘോഷിച്ചു എന്നതിനപ്പുറം ആ ഒരു പദവിയിൽ ഇരുന്ന് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് തെളിഞ്ഞിട്ടും അതിൽ കടിച്ചു തൂങ്ങിയിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഒരു 1-ാം നമ്പർ അധികാരമോഹിയും അധികാരത്തിന് വേണ്ടി എന്ത് വില കുറഞ്ഞ ഏർപ്പാടും ചെയ്യുന്ന ഒരു നിലവാരമില്ലാത്ത വ്യക്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് തെളിയിക്കുകയാണ്. അദ്ദേഹം തന്റെ പദവി ഉറപ്പിക്കാൻ വേണ്ടി RSSന്റെ നേതാക്കന്മാരുടെ പിന്നാലെ നടക്കുകയാണ്. ഈ നാടിന്റെ നികുതിപ്പണത്തിൽ നിന്ന് ധൂർത്തടിച്ചുകൊണ്ട് അദ്ദേഹം ഫ്ലൈറ്റ് യാത്രകൾ നിരന്തരം നടത്തുകയാണ്. ഒരു ഗവർണർ എന്നാൽ
ഈ സ്റ്റേറ്റിൽ തന്നെ കാണണമെന്നുള്ളതാണ് ഒരു പൊതു നിയമം. പക്ഷേ കൂടുതൽ സമയവും അദ്ദേഹം യാത്രയിലാണ്. ആരുടെ പണത്തിൽ? ഈ നാടിന്റെ നികുതി പണത്തെ മാക്സിമം ദൂർത്തടിച്ചുകൊണ്ട് താൻ അങ്ങ് അറുമാദിക്കുകയാണ്, ആഡംബരപൂർവമായ ജീവിതം നയിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ പദവിയിൽ നിന്ന് എടുത്ത പല തീരുമാനങ്ങളും സംഘപരിവാറുകാർ കൈയടിച്ചെങ്കിലും കോൺഗ്രസുകാർ മൗനമായി അതിന് പിന്തുണ കൊടുത്തെങ്കിലും ഏറ്റവും ഒടുവിൽ കോടതികൾ അത് തെറ്റായിരുന്നു, ആ തീരുമാനങ്ങൾ എടുക്കാൻ ഒരു യോഗ്യതയുമില്ല, നിയമപരമായി ഒരു ഗവർണർക്ക് അത് കഴിയില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ആ തീരുമാനങ്ങൾ എടുത്ത വ്യക്തി ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്നാണ് ആ വിധികൾ തെളിയിക്കുന്നത്. എന്നിട്ടും അതിൽ അമർന്നിരിക്കുന്നുണ്ടെങ്കിൽ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ആരാണോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാവുകയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ.